അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കമൊന്നുമില്ലേ? സന്ദീപിനെ മുറി കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? നീ രാവിലെ അവനെ കണ്ടുള്ളൂ. എന്റെ അത്യാവശ്യം എന്ന് പറഞ്ഞ് പുറത്തുപോയി. വന്നില്ലേ ഇതുവരെ? വന്നില്ല, വിളിച്ചിട്ടും കിട്ടുന്നില്ല. പുറത്തു പോയെങ്കിൽ തന്നെ ഇത്രയും നേരമായില്ലേ? വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. നിങ്ങൾ ആരെങ്കിലും അനഘയെ കണ്ടോ? ബെസ്റ്റ്. അനഘയും കാണുന്നില്ലേ? ഇവിടെ സന്ധ്യപേടിനെ കാണാത്ത കാര്യവും സംസാരിക്കുമായിരുന്നു ഞങ്ങള്. ഞാൻ വിളിച്ചു നോക്കിട്ട് വരാവേ. നോക്കട്ടെ. ഇവരിത് എവിടെ പോയി? ഓ, അങ്ങനാണെങ്കി പിന്നെ അന്വേഷിക്കണ്ട. അവർ രണ്ടുപേരും വന്നോളൂ. അവർ അവന്തിയോട് പറഞ്ഞോ എവിടെയെങ്കിലും പോകുന്ന കാര്യം? പറഞ്ഞു, എവിടെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു. ആർക്കും മനസ്സിലായില്ലേ? സന്ദീപും അനഘയും കൂടി എങ്ങോട്ടോ ഒളിച്ചോടി പോയെന്ന്. എന്നോടവര് രണ്ടുപേരും പറഞ്ഞിരുന്നു, വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിൽ അവരിത് ചെയ്യുമെന്ന്. പക്ഷേ അതിത്ര വേഗം നടക്കുന്നു ഞാൻ കരുതിയില്ല. വെറുതെ ഓരോന്നും പറയല്ലേ. അവര് വേറെന്തെങ്കിലും ആവശ്യത്തിന് പോയതാവും. ഒരുമിച്ച് പോലും ആയിരിക്കില്ല പോയിരിക്കുന്നെ. പിന്നെന്തിനാ ആവശ്യമില്ലാത്ത കഥ മെനഞ്ഞുണ്ടാക്കുന്നേ? ആവശ്യമില്ലാത്ത കഥയോ? എന്നോട് അവര് പറഞ്ഞ കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. അവരുടെ വിവാഹത്തിന് വലിയ എതിർപ്പായിരുന്നല്ലോ എല്ലാവർക്കും. അപ്പൊ അവർക്ക് തന്നെ തോന്നി ഒരുമിച്ച് ജീവിക്കാമെന്ന്. അതിലിപ്പോ എന്താ തെറ്റ്? സച്ചി, നീ പോലീസ് സ്റ്റേഷൻ വിളിച്ച് വിവരം പറയും. ശരി. എന്തിന്? ഇനി നാട്ടുകാരെയും കൂടെ അറിയിച്ച് നാണം കെടാനോ? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വിവാഹം ഉറപ്പിച്ച് രണ്ടുപേരാ പോയിരിക്കുന്നെ, അതും അവരുടെ ജീവിതം ജീവിക്കാൻ. ഇപ്പൊ തൃപ്തിയായല്ലോ എല്ലാവർക്കും. എനിക്കറിയായിരുന്നു ഇത് അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എല്ലാവരും ആഗ്രഹിച്ച കാര്യം അവര് സ്വന്തമായിട്ടങ്ങ് നടത്തി, അത്രേ ഉള്ളൂ. എന്തായാലും അനഘ എന്നെ എന്താ ഏതാന്നൊന്നും വിളിച്ചു പറയാതിരിക്കില്ല. അവള് വിളിക്കട്ടെ, അപ്പൊ അറിയാലോ കാര്യങ്ങൾ എന്താന്ന്. അവരുടെ വിവാഹം എന്തുമാത്രം സ്വപ്നം കണ്ടതാ ഞാൻ. എന്നിട്ട് ഈ പിള്ളേരെ ഇങ്ങനൊരു ബുദ്ധിമോശം കാണിച്ചല്ലോ. അല്ലെങ്കിൽ തന്നെ അവരെ എന്തിനാ കുറ്റം പറയുന്നേ? അവര് പലപ്പോഴായി വിവാഹക്കാര്യം പറഞ്ഞിട്ടും ഇവിടെ ആർക്കും ഒരു മൈൻഡും ഇല്ലായിരുന്നല്ലോ. ഇനിയും ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ളവർക്ക് ഉടനെ ബോധ്യാവുമല്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സന്ദീപും അനഘയും ഒളിച്ചോടിപ്പോയത് തന്നെയാ.